നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരൾ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കരളിൽ കൊഴുപ്പടിയുന്നതിൽ തുടങ്ങി കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തകരാറിലാകും വിധത്തിൽ ജീവന് ഭീഷണിയാകുന്ന കരൾ രോഗങ്ങൾ നിരവധിയാണ്. പ്രായം കണക്കാക്കാതെ ആരെയും കരൾ രോഗങ്ങൾ കീഴ്പ്പെടുത്തുന്ന സാഹചര്യമാണിപ്പോൾ. കരൾ രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിശദമായി ഡോക്ടറോട് ചോദിച്ചറിയാം. തൃശ്ശൂർ അമല ആശുപത്രിയിലെ ഉദരരോഗ വിഭാഗം മേധാവി ഡോക്ടർ സോജൻ ജോർജ് ചേർന്നു. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഡോക്ടർ, ഈ അടുത്ത കാലം വരെ കരൾ രോഗങ്ങളെന്ന് പറയുമ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് മദ്യപിക്കുന്നവർക്കാണ് കരൾ സംബന്ധമായ അസുഖങ്ങൾ വരുന്നത്, മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് കരൾ രോഗങ്ങൾ എന്നാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലും അല്ലെങ്കിൽ ഗുരുതരവുമാണ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ്. ഡോക്ടറെ, ഇത്തരത്തിൽ കരൾ രോഗങ്ങൾ എണ്ണത്തിൽ വർദ്ധിക്കുന്നതും അതും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു. മൊത്തത്തിൽ കരൾ രോഗങ്ങൾ ഇത്തരത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായും മഞ്ജുഷ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പണ്ട് ഈ കരൾ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരുന്നത് മദ്യപാനം മൂലമുണ്ടാകുന്ന സിറോസിസ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മാറുന്ന ജീവിത രീതികളനുസരിച്ച്, നമ്മുടെ മാറുന്ന ഭക്ഷണ രീതികളനുസരിച്ച്, വ്യായാമക്കുറവ് വരുന്നതെല്ലാം അനുസരിച്ച് ഇന്ന് മദ്യപാനത്തെക്കാളേറെ അല്ലെങ്കിൽ അതിന് തുല്യമായെങ്കിലും ഇന്ന് കരൾ രോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യമായി മാറിയിരിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേര് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഫാറ്റി ലിവറാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യായാമക്കുറവും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് വ്യായാമമില്ലാതെ നമ്മൾ കൂടുതൽ ഇരുന്നും കിടന്നും ചിലവഴിക്കുന്ന രീതി, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ട്, നമ്മുടെ ഭക്ഷണ രീതികൾ മാറി. പണ്ട് കാലത്ത് തവിടുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിച്ചിരുന്നിടത്ത് കുറേ കൂടി പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡുകളുടെയൊക്കെ ഉപയോഗം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമുണ്ടാവും. ഞാൻ പൊതുവെ പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമുക്ക് കിട്ടുന്ന കാശ്, ചിലവാക്കുന്ന കാശ്, ഇത് തുല്യമാണെങ്കിൽ പോക്കറ്റിൽ കാശ് ഉണ്ടാവില്ല. കൂടുതൽ കാശ് കിട്ടുകയും കുറച്ച് ചിലവഴിക്കുകയും ചെയ്താൽ നമ്മളത് ബാങ്കിലോ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുന്നത് പോലെയോ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. ശരീരത്തിൻ്റെ കാശാണ് കാലറീസ് എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാലറി കിട്ടും, വ്യായാമം ചെയ്യുമ്പോൾ അത് പോകും. കഴിക്കുന്നതിന് തുല്യമായ കാലറി നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഊർജം എക്സ്ട്രാ ആയിട്ടില്ല. അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അത് ശരീരത്തിലെ ബാങ്കായ ലിവറിലോ രക്തക്കുഴലുകളിലോ അടിഞ്ഞുകൂടാൻ കാര്യമാകും. ഇതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വലിയ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പലപ്പോഴും അവഗണിക്കാനായിട്ട് കാരണമാകും. വളരെ അവസാനത്തെ സ്റ്റേജുകളിലാണ് പലപ്പോഴും പലരെയും നമുക്ക് കണ്ടുകിട്ടാറുള്ളത്. ഡോക്ടർ, ഇത് തന്നെയാണ് കരൾ രോഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കരൾ രോഗങ്ങൾ മൂർച്ഛിച്ച് അതിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമാണ് രോഗികൾക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള ധാരണ പോലും ഉണ്ടാകുക. മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടൊരു ചികിത്സ തേടുമ്പോഴോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോണരോഗങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് നടത്തുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കും മനസ്സിലാവുന്നത് കരൾ അത്രയും സങ്കീർണമായ ഗുരുതരമായ അവസ്ഥയിലാണ്. ഡോക്ടർ, ഇതാണ് ഈ ഒരു അസുഖത്തെ തിരിച്ചറിയാനും പിന്നീട് തിരിച്ചറിഞ്ഞാൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴൊക്കെ ഏത് തരം പരിശോധനകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ നടത്തണം? കരളിൻ്റെ ഇപ്പോൾ ഫാറ്റി ലിവറിൽ കുട്ടികളിൽ പോലും ഇപ്പോൾ ഫാറ്റി ലിവർ കണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏത് പോയിന്റുകളൊക്കെയാണ് ഗുരുതരമാകാൻ സാധ്യതയുള്ളത്? എപ്പോൾ മുതലാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? തീർച്ചയായും മഞ്ജുഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറവ് ലക്ഷണങ്ങളേ ഉണ്ടാകുകയുള്ളൂ ഫാറ്റി ലിവറിന്. പക്ഷെ ചില ആളുകളുണ്ട് ഇതിനുള്ള റിസ്ക് കൂടുതലുള്ള ആളുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഷുഗർ പോലെയുള്ള അസുഖങ്ങളുള്ളവർ, പ്രഷറുള്ളവർ, കൊളസ്ട്രോള് കൂടുതലായിട്ടുള്ളവർ, മദ്യം ഉപയോഗിക്കുന്നവർ, ശരീരഭാരം, പൊണ്ണത്തടി കൂടുതലുള്ളവർക്ക്, പ്രത്യേകിച്ചും വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കൂടുതലുള്ളവർ, ഇവരെല്ലാവരും ഫാറ്റി ലിവറിനുള്ള റിസ്ക് ഉള്ളവരാണ്. ഇത്തരത്തിലുള്ള റിസ്ക് ഉള്ളവർ വർഷത്തിലൊരിക്കലെങ്കിലും സ്കാൻ ചെയ്യുന്നതോ രക്തപരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഒരു 40 വയസ്സിന് മേലെയൊക്കെ ആകുന്ന സമയത്ത് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
പ്രമേഹ രോഗമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ, യൂറിക് ആസിഡ്, അമിതവണ്ണം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് ആദ്യം രോഗികൾ എത്തുന്നത് അൾട്രാസൗണ്ട് ചെയ്തു വേറൊരു കാര്യത്തിന് വേണ്ടി, അതിനുവേണ്ടി നോക്കിയ സമയത്ത് ഫാറ്റി ലിവർ കണ്ടു എന്ന് പറഞ്ഞ് വളരെ ഭയന്ന് ആണ് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് എത്തുക. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിലാകെ കൂടി ശ്രദ്ധിക്കേണ്ടത് അതിൽ പരുക്കുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഈ ലിവറിൽ വരുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ 2 തരത്തിലുള്ള പരുക്ക് നമുക്കുണ്ടാകാം. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന ഫാറ്റി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പരുക്ക്. അത് പലപ്പോഴും നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് SGOT, SGPT എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോഴാണ് കൂടുന്നതായിട്ട് കാണുക. പക്ഷേ ചിലപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയാൽ പോലും ഫാറ്റി ലിവർ പ്രശ്നമുള്ളതായിരിക്കാം. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് മൂലമുണ്ടാകുന്നതായിരിക്കും. നമ്മുടെ മേത്തൊരു മുറിവുണ്ടായാൽ മുറിവുണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ശരീരത്തിൽ എങ്ങനെ വടുകളോ മറുകുകളോ രൂപപ്പെടുമ്പോൾ അതേപോലെ തന്നെ ലിവറിനകത്തും പരുക്കുകളുണ്ടാകുന്ന അവസ്ഥയാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഫൈബ്രോസ്കാൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. ലിവർ ബയോപ്സിയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമുക്ക് ഫൈബ്രോസ്കാനും ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്ത് ഫാറ്റി ലിവറിൽ പലപ്പോഴും പരുക്കുകൾ കണ്ടെത്താം. നേരത്തെ ചോദിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആര് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഡോക്ടർ ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അനിത എന്ന പ്രേക്ഷക കോളിലുണ്ട്. അനിത, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ അനിത. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ അനിത പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ഡോക്ടർ, ഞാനപ്പോ ഇപ്പൊ കണ്ടപ്പോഴാണ് വിളിച്ചത്. എനിക്ക് എന്റെ ഡൗട്ട് തീർക്കാനാണ് വിളിച്ചത്. അപ്പം എനിക്ക് എന്റെ ശരീരത്ത് ഇപ്പൊ നല്ല വെയിറ്റ് കൂടുന്നുണ്ട്, ഓവറായിട്ട് വെയിറ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് നീരാണ്, കാല് ഫുള്ള് സ്വെല്ലിങ് ആണ്. അപ്പം രാവിലെയൊക്കെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാനൊക്കെ ഭയങ്കര പെയിനും ഉണ്ട്. അതേപോലെ ഈ കാല് 2 ഫുള്ള് സ്വെല്ലിങ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ അനിത, നമുക്ക് ശരീരത്തിൽ നീര് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. എപ്പോഴും അത് കരളിൻ്റെ അസുഖം കൊണ്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ചും സന്ധികളിലൊക്കെ വലിവ് പോലെ, വേദന പോലെയും അതിൻ്റെ കൂടെ നീരും വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് വാതസംബന്ധമായ രോഗങ്ങൾ മൂലമാകാം. പക്ഷേ തീർച്ചയായും കരളിന് അസുഖം വന്നാൽ ഇതേപോലത്തെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അമിതവണ്ണം വരുന്ന സമയത്ത്, നമ്മൾ ഈ അടുത്ത് പെട്ടെന്ന് തടി കൂടുന്ന സമയത്ത് ലിവറിൽ കൊഴുപ്പടിഞ്ഞുകൂടി നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കരളിൻ്റെ ഭാഗത്ത്, അതായത് വയറിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് പലപ്പോഴും നമ്മൾക്ക് വയറുവേദന പോലെ ഉണ്ടാകാം, ക്ഷീണം കൂടുതലായിട്ട് തോന്നാം, മുഖം കറക്കുന്നത് പോലെ അനുഭവപ്പെടാം. കുറച്ചുകൂടിയും അഡ്വാൻസ് സ്റ്റേജസിൽ വരുമ്പോൾ കാലിലോ അല്ലെങ്കിൽ വയറിലോ വെള്ളം കെട്ടുന്നത് പോലെയോ വീർത്ത് വരുന്നത് പോലെയോ ഒക്കെ അനുഭവപ്പെടാം. അപ്പോൾ ഈ അടുത്ത് അനിത അമിതവണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നീരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഒരു അൾട്രാസൗണ്ടും ചെയ്യേണ്ടതാണ്. അത് നോർമൽ ആണെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ട് വാദസംബന്ധമായ രോഗങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. അനിത, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അട്ടപ്പാടിയിൽ നിന്ന് കാളിയപ്പൻ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ കാളിയപ്പൻ. സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം, ചോദിച്ചോളൂ. സാർ വണക്കം. സാറേ വണക്കം, പറഞ്ഞോളൂ. സാർ വണക്കം. ഇല്ല, വണക്കം, എനിക്ക് കേൾക്കാം കാളിയപ്പൻ, പറഞ്ഞോളൂ. സാറേ വണക്കം. എനിക്ക് കേൾക്കാം. സാറേ, നമ്മുടെ ഒരു കൂട്ടുകാരൻ കരൾ രോഗത്തിന് വേണ്ടി ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് സാറേ? സാറേ വണക്കം. നമുക്ക് കരൾ രോഗം എന്താണ് ആൾക്കുള്ളതെന്ന് അറിയാമോ? സാധാരണയായിട്ട് നമുക്ക് കരൾ രോഗം കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് സിറോസിസ് എന്ന് പറയുന്ന അസുഖമായിരിക്കും. നമുക്ക് മഞ്ഞപ്പിത്തം വരിക, എനിക്ക് കേൾക്കാം കാളിയപ്പൻ, പറഞ്ഞോളൂ. ഹലോ കാളിയപ്പൻ, ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ മറുപടി പറയുന്നുണ്ട്, കേട്ടോളൂ. കേക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനെ സാറേ ഇല്ല. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ, തുടർച്ചയായിട്ട് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേൾക്കാം. കാളിയപ്പൻ ടി വി നോക്കാതെ പറഞ്ഞാൽ മതി.
സാർ നമ്മുടെ കൂട്ടുകാരനെ കരലോകത്തിനോട് ചെറിയതുണ്ട്, എന്താ സാറേ ചെയ്യണ്ടേ? ഈ കരൾ രോഗം എന്ന് പറയുന്നത് സിറോസിസ് ആകുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ശരീരത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനം മൂലമോ അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടോ ആണ് കരൾ രോഗങ്ങൾ വരിക. പെട്ടെന്നുണ്ടാകുന്നതാണെങ്കിൽ സാധാരണ അത് വൈറൽ മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കാരണങ്ങളോ കുറേ കാലമായിട്ടുള്ളതാണെങ്കിൽ സാധാരണ അത് സിറോസിസ് എന്ന് പറയുന്ന കരൾ രോഗമാകാനാണ് സാധ്യത. സിറോസിസ് ആണെങ്കിൽ അത് വളരെ കോമ്പൻസേറ്റഡ്, അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയായ കോമ്പൻസേറ്റഡ് എന്ന് പറയുന്നത് തൊട്ട് ശരീരത്തിൽ വെള്ളം കെട്ടലോ ഓർമ്മക്കുറവോ രക്തം ഛർദ്ദിക്കലോ ഒക്കെ വരുന്ന ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയുന്ന സ്റ്റേജ് വരെയോ ആകാം. അതുകൊണ്ട് തന്നെ കരളിന് അസുഖമുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഇരിക്കേണ്ടതാണ്. എല്ലാ 6 മാസം കൂടുമ്പോൾ കരൾ ചുരുക്കത്തിൽ മുഴകളോ വെള്ളം കെട്ടലോ ലിവറിലേക്ക് വരുന്ന രക്തക്കുഴലിൽ അടപ്പോ ഇല്ലല്ലോ എന്നുള്ളത് അറിയാൻ വേണ്ടി സ്കാൻ എടുത്ത് നോക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ തോന്നിയ പോലെ ചികിത്സ എടുക്കാൻ പാടില്ല. പലപ്പോഴും അവിടെ കേട്ടു ഇവിടെ കേട്ടു, ആ മരുന്ന് നല്ലതാണ്, ആ പച്ചക്കറി നല്ലതാണ്, ആ ഇലമരുന്ന് നല്ലതാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്നതിനേക്കാളും തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്ത് വേണം മാത്രം ചികിത്സ എടുക്കണം. അല്ലെങ്കിൽ പലപ്പോഴും അത് ലിവറിൻ്റെ കണ്ടീഷൻ മോശമാകാൻ സാധിക്കും. കരളിന് അസുഖമുള്ള സിറോസിസ് എന്ന് പറയുന്ന രോഗമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കണം, കൃത്യമായ വ്യായാമം ചെയ്യണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് രീതിയിലുള്ള വ്യായാമം എന്ന് നിശ്ചയിക്കാവുന്നതാണ്, പക്ഷേ വ്യായാമം കൃത്യമായി ഉണ്ടാകണം. ഭക്ഷണത്തിൽ കൂടുതൽ കടല, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. ധാന്യങ്ങളുടെ ഉപയോഗവും വറവുകളും പൊരിവുകളും മധുരത്തിൻ്റെയും ഉപയോഗം കുറയ്ക്കണം. കൃത്യമായ മരുന്നുകൾ എടുക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ 3 മാസമോ 6 മാസമോ ഇടവിട്ട് കൃത്യമായ വൈദ്യപരിശോധനകളും നടത്തേണ്ടതാണ്, സ്കാൻ അടക്കം. കളിയപ്പൻ വിളിച്ചതിന് നന്ദി വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ആലുവയിൽ നിന്ന് ജിബിൻ കൂടിയുണ്ട്. സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ. നമസ്കാരം. ചോദിച്ചോളൂ. സാറേ ഞാൻ വിളിക്കുന്നത്. നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ജിബിൻ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എനിക്ക് കേൾക്കാം ജിതിൻ, സാറേ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ ഈ ടിവിയിൽ നിങ്ങൾ കണ്ടായിരുന്നു, അപ്പൊ അതിന് വിളിക്കുന്നത് വേറെ ഒന്നല്ല. എനിക്ക് ഈ വയറിന്റെ വലതുവശം ചെറുതായിട്ട് വേദന ഉണ്ട്. ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്. ഹലോ സാർ, പറയുന്നത് കേൾക്കല്ല. ജിതിൻ, നമ്മൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ വലതുവശത്തിൻ്റെ വയറിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദന ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത്. പല കാരണങ്ങളുണ്ട്. എപ്പോഴും കരൾ രോഗം തന്നെ ആകണമെന്നില്ല. ആമാശയത്തിലോ ചെറുകുടലിൻ്റെ തുടക്കഭാഗത്തോ ഉണ്ടാകുന്ന അൾസർ, പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ വീക്കം, ചിലപ്പോൾ മസിൽ പെയിനുകൾ, ഇതുമൂലമെല്ലാം വയറിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വേദന അനുഭവപ്പെട്ടേക്കാം. പക്ഷേ മദ്യപാനം സ്ഥിരമായി ഉണ്ടാവുകയും വലതുവശത്ത് വയറിൻ്റെ മുകൾ ഭാഗത്തായി വേദന ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് കരൾ സംബന്ധമായ രോഗങ്ങൾ മൂലമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പരുക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. 4 ഡ്രിങ്കിലേറെ സ്ത്രീകളോ 5 ഡ്രിങ്കിലേറെ പുരുഷന്മാരോ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പരുക്ക് കരൾ വീക്കത്തിന് കാരണമാകാം. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അത് തുടക്കത്തിലെ ശ്രദ്ധിച്ച് മദ്യപാനം നിർത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ലിവർ ഫെയിലിയറിലേക്കും കരൾ മാറ്റിവെക്കേണ്ട ആവശ്യത്തിലേക്കും എത്തിച്ചേർത്തേക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ അസുഖങ്ങളിൽ ഏത് തന്നെയായാലും, അൾസറായാലും പാൻക്രിയാസിലെ ഡാമേജ് ആയാലും കരളിൻ്റെ വീക്കമാണെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് മദ്യപാനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജിതിൻ തീർച്ചയായും മദ്യപാനം നിർത്തേണ്ടതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. കടല, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കണം. മദ്യപാനം ഒട്ടും ഉപയോഗിക്കരുത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ടും ചെയ്ത് ഒരു ഡോക്ടറിനെ കാണണം. പരിക്കുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കരളിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകൾ കൃത്യമായി എടുക്കണം. ജിതിൻ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഷീല എന്ന പ്രേക്ഷക കൂടിയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. ഡോക്ടർ, പിന്നെ ഞാനൊരു വീട്ടമ്മയാണ്. എനിക്കൊരു വണ്ണമുള്ള ഒരു മകനുണ്ട്. നല്ല വണ്ണമുള്ള മകനാണ്. പക്ഷെ അവൻ ആഴ്ചയിൽ 1 ദിവസം മദ്യപിക്കും. അത് ഒരു കുപ്പിയൊക്കെ കുടിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുന്നേ
എന്തോന്നോ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ സാറേ, എല്ലാം അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അത് ചെയ്തു. അപ്പൊ അതിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഒരു ദിവസം മദ്യപിക്കുന്നോണ്ട് എനിക്കൊരു പേടി സാറേ, അത് അങ്ങനെ ആകാവോ, അത് എന്തെങ്കിലും അത് കുഴപ്പം വരുമോ എന്നൊക്കെ ഉള്ള കാര്യം അറിയാനാണ് സാറേ. നല്ല വണ്ണമുള്ള കുട്ടിയാ. ഷീല, നമുക്ക് അമിതവണ്ണമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ശരീരത്തിൻ്റെ വെയ്റ്റും ഹൈറ്റും അനുസരിച്ച് തീരുമാനിക്കുന്ന ഒന്നാണ്. ശരീരഭാരം, അതായത് ഈ BMI 30 മേലെ ആണെങ്കിൽ നമ്മൾ ഒബീസിറ്റി എന്ന് പറയും, അതായത് അമിതവണ്ണം എന്ന് പറയും. അപ്പോൾ ഈ അമിതവണ്ണമുള്ള ആളുകൾക്ക് ലിവറിനകത്ത് കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്ക് പരമാവധി അനുവദിക്കാവുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് ആഴ്ചയിൽ 1-2 ഡ്രിങ്ക് എന്ന് പറയുന്നതിൻ്റെ അത്രയേ ഉള്ളൂ. മകൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം, മകൻ കഴിക്കുമ്പോൾ വളരെ അധികമായി കഴിക്കുന്നു. ഒരു ബോട്ടിൽ കള്ള് അല്ലെങ്കിൽ വിസ്കിയോ ബ്രാൻഡിയോ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ബിഞ്ച് ഡ്രിങ്കിങ്ങിൽ എന്ന് പറയുന്നതിലേക്ക് പെടുന്നു. ഇത്തരക്കാർക്ക് അമിതവണ്ണം ഇല്ലെങ്കിൽ തന്നെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അപ്പോൾ അമിതവണ്ണം ഉണ്ടായിട്ട് ഫാറ്റി ലിവർ കൂടി ഉണ്ടെങ്കിൽ അത്തരക്കാർ ഇത്രയും അളവിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ അത് കരൾ ചുരുക്കത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മദ്യപാനം ഒഴിവാക്കേണ്ടതാണ്. ഇനി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് LFT അഥവാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കരളിന് പരിക്കില്ല എന്ന് അർത്ഥമില്ല. നമ്മുടെ ലിവറിലുണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള പരുക്ക്, പതുക്കെ പതുക്കെ കരൾ ചുരുക്കത്തിലേക്ക് പോകുന്ന സിറോസിസ് തുടങ്ങിയ അവസ്ഥകൾക്ക് ചിലപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലായി കാണിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൾട്രാസൗണ്ടോ ഫൈബ്രോ സ്കാനോ എടുത്ത് അതിൽ കൂടിയും പരിക്കില്ലെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അത് കരളിന് പരിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ തീർച്ചയായും അമിതവണ്ണമുള്ളവർ മദ്യപിക്കുന്നത് കരളിനുണ്ടാകുന്ന പരിക്ക് വർദ്ധിക്കാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കും. മാം, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് പാലക്കാട് നിന്ന് റംസീന കൂടിയുണ്ട്. സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. എൻ്റെ പേര് റംസീനയാണ്. ഞാൻ എൻ്റെ നാത്തൂന് വേണ്ടി വിളിച്ചത്. ഓക്കെ. ആൾ നല്ല തടിയുണ്ട്, നല്ല വയറുണ്ട്, ഫാറ്റി ലിവറിൽ തുടക്കമെന്നാ പറഞ്ഞത് ഡോക്ടർ. പക്ഷെ അയാൾക്ക് അപ്പൻഡിക്സിന്റെ പ്രോബ്ലം ഉണ്ട്. അവ മരുന്ന് ഒന്നും ചേർന്നിട്ട് ഏൽക്കണില്ല, കൊടുത്തിട്ടൊന്നും ഏൽക്കണില്ല എന്നാ പറയുന്നത്. റംസീന, ആക്ച്വലി അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവറിന് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ മരുന്നുകളെക്കാളേറെ ഭക്ഷണ ക്രമീകരണവും വ്യായാമവുമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൊഴുപ്പിൻ്റെ അമിതമായ ഉപയോഗം, ധാന്യങ്ങൾ, ചോറ്, ഗോതമ്പ്, മൈദ ഇങ്ങനത്തെ സാധനങ്ങളുടെ അമിതമായ ഉപയോഗം, മധുരങ്ങളുടെ അമിതമായ ഉപയോഗം, എണ്ണയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് നോൺ വെജിറ്റേറിയൻ മത്സ്യ മാംസങ്ങൾ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഫാറ്റി ലിവർ വരിക. പലപ്പോഴും എണ്ണ കൂടുതലുള്ള സാധനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരക്കാർ കൃത്യമായ ഭക്ഷണ രീതികൾ പാലിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തുടർച്ചയായിട്ടുള്ള വ്യായാമം, കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ വീതം 150 മിനിറ്റ് അത്രയെങ്കിലും വ്യായാമം ചെയ്യേണ്ടതാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വ്യായാമമാകാം. ഓടലാവാം, ചാടുന്നതാവാം, ഷട്ടിൽ കളിക്കുന്നതാവാം, നീന്തുന്നതാവാം, സൈക്കിൾ ചവിട്ടുന്നതാവാം, ഏത് എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അമിതവണ്ണമുള്ളവർക്ക് പലപ്പോഴും നല്ല വേഗത്തിൽ നടക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പറ്റിയ എക്സസൈസ്. എത്ര വേഗത്തിൽ നടക്കണം എന്ന് ചോദിച്ചാൽ ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ഫോണിൽ വന്നാൽ ഫോണിൽ ഒരു മുഴുവൻ സെൻറ്റൻസ് സംസാരിക്കാനുള്ള അവസരം കിട്ടരുത്. നമുക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം പോലെ വരുന്ന ആ വേഗത്തിൽ വേണം നമ്മൾ നടക്കാനായിട്ട്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ശരീരത്തിൻ്റെ ഭാരം 10%, ഏകദേശം 70 കിലോ ഭാരമുള്ള ആളാണെങ്കിൽ 7 കിലോ കുറയ്ക്കുക, അതാണ് ഇതിൽ വേണ്ടത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വെയിറ്റ് കുറവ് നല്ലതല്ല. ആഴ്ചയിൽ 1 കിലോ, മാസത്തിൽ 2-3 കിലോ, അതിൽ കൂടുതൽ കുറയാൻ പാടുള്ളതുമല്ല. അപ്പോൾ റെഗുലറായിട്ടുള്ള ഭക്ഷണ ക്രമീകരണവും വ്യായാമവും വഴി ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. പക്ഷേ ഫാറ്റി ലിവർ മൂലം പരിക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഒരു പക്ഷേ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന മരുന്നോ സാരോഗ്ലിറ്റസാർ എന്ന് പറയുന്ന മരുന്നോ, ചിലപ്പോൾ ഷുഗർ കൂടി ഉണ്ടെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മരുന്നോ,
ഈ മരുന്നുകളൊക്കെ ആവശ്യമായി വന്നേക്കാം. പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ട് വേണം കഴിക്കാനായിട്ടുള്ളത്. വ്യക്തമാണ്. റംസീന വിളിച്ചൊരു നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കരൾ രോഗങ്ങളുടെ പലവിധ കാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അക്കൂട്ടത്തിൽ നമുക്കറിയാം ഈ വൈറൽ മഞ്ഞപ്പിത്തം ഒത്തിരി നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട്. ഡോക്ടർ, ഈ അസുഖം ചികിത്സിച്ച് മാറിയാൽ പോലും ഒരു ലോങ് റണ്ണിൽ കരൾ രോഗങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിയാം. അപ്പോൾ എത്തരത്തിലാണ് പ്രിവെൻഷൻ എടുക്കേണ്ടത്? നമുക്കറിയാം പല കരൾ രോഗങ്ങളും മൂർച്ഛിക്കുന്നവരെ തിരിച്ചറിയുക പോലും സാധ്യമല്ല. അപ്പോൾ മഞ്ഞപ്പിത്തം വന്ന് മാറിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോപ്പറായിട്ടല്ല ചികിത്സ എടുത്തതെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ട്. അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, വൈറൽ മഞ്ഞപ്പിത്തം പ്രധാനമായിട്ടും 2 തരമുണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നോ കിട്ടുന്ന മഞ്ഞപ്പിത്തം. അത് എക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. A-E എന്ന് പറയുന്ന 2 തരം മഞ്ഞപ്പിത്തങ്ങളാണ് സാധാരണയായിട്ട് എക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത്. 2, രക്തത്തിലൂടെ പകർന്നു കിട്ടുന്ന വൈറൽ മഞ്ഞപ്പിത്തങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B-C. ഈ 2 മഞ്ഞപ്പിത്തമാണ്. ഡിയും അതിലൂടെ പകരാമെങ്കിലും നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും നമ്മുടെ നാട്ടിലും ധാരാളമായി കണ്ടുവരുന്നു. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ചില സ്വീകരിക്കുന്ന സമയത്ത്, ചില ഓപ്പറേഷനുകളുടെ സമയത്ത്, ഇങ്ങനെയെല്ലാം നമുക്ക് ഇത് പകർന്നു കിട്ടാവുന്നതാണ്. ഈ എക്യൂട്ട് വൈറൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് A-B-E ഈ 3 വൈറസുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുക. ഇതിൻ്റെ ലക്ഷണം അറിയാവുന്നത് പോലെ വലിയ ക്ഷീണം, കണ്ണിനും മൂത്രത്തിനും മഞ്ഞ നിറമാകുന്നത്, ചിലപ്പോൾ ചൊറിച്ചിൽ, ഛർദ്ദൽ, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ തുടങ്ങിയവയാണ്. എക്യൂട്ട് വൈറൽ മഞ്ഞപ്പിത്തം ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടെത്തുന്നു. സുരക്ഷിതമല്ലാത്ത ഭക്ഷണ രീതികളാണ് ഒരുപക്ഷെ ഇതിന് കാരണമായി നാം പലപ്പോഴും കണ്ടുവരാറുള്ളത്. എക്യൂട്ട് വൈറൽ മഞ്ഞപ്പിത്തം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കുറച്ച് കാലയളവിലേക്കാണ് ഉണ്ടാവുക. ഏകദേശം 2-3 ആഴ്ച കൊണ്ട് മഞ്ഞപ്പിത്തം കൂടി, പിന്നെ അത് കുറച്ച് നാൾ അതേപോലെ നിന്ന് അതിനുശേഷം അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് സാധാരണ കാണുക. വളരെ വർദ്ധിക്കുന്ന അവസ്ഥയിൽ രോഗം മൂർച്ഛിച്ച് ഒരു പക്ഷേ അതൊരു എക്യൂട്ട് ലിവർ ഫെയിലിയറിലേക്ക് എത്താം. ആ അവസരത്തിൽ ലിവറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാസ്മ എക്സ്ചേഞ്ച്, CRRT, ഒരു പക്ഷേ കരൾ മാറ്റി വയ്ക്കൽ വരെ വേണ്ടി വന്നേക്കാം. ഒരു വട്ടം മഞ്ഞപ്പിത്തം വന്ന് അത് പൂർണ്ണമായും ഭേദമായാൽ ഈ A-E എന്ന് പറയുന്ന 2 മഞ്ഞപ്പിത്തങ്ങൾ പിന്നീട് വരില്ല. അതിന് നമുക്ക് പ്രതിരോധശേഷി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മുഖ്യം. പ്രധാനമായും വൃത്തിയുള്ള ഭക്ഷണ രീതികൾ പാലിക്കുക, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, വെള്ളം പരമാവധി തിളപ്പിച്ചാറ്റി ഉപയോഗിക്കുന്ന ശീലങ്ങളുണ്ടാക്കുക. ഈ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി മഞ്ഞപ്പിത്തം വരാത്തവരാണെങ്കിൽ പലപ്പോഴും പുറത്തൊക്കെ ജോലി പോയി ചെയ്യുന്ന അവസരങ്ങളുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള വാക്സിൻ, പ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് അവൈലബിൾ ആണ്. അതെടുക്കുന്നതും നല്ലതായിരിക്കും. ഹെപ്പറ്റൈറ്റിസ് B-C എന്ന് പറയുന്ന അസുഖങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്നതല്ല. അപൂർവം സാഹചര്യങ്ങളിലാണ് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ മാറിപ്പോകുന്നത്. പലപ്പോഴും അതിന് കൃത്യമായ മരുന്ന് എടുക്കേണ്ടി വരും. ഹെപ്പറ്റൈറ്റിസ് ബിക്കാണെങ്കിൽ ഏകദേശം ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടി വരും. ഹെപ്പറ്റൈറ്റിസ് സിക്കാണെങ്കിൽ അസുഖത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് 3 മാസമോ 6 മാസമോ മരുന്ന് എടുക്കേണ്ടി വരും. പക്ഷേ അത്തരക്കാർ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ മാറിപ്പോയാലും കൃത്യമായ വൈദ്യപരിശോധനയിലൂടെ 6 മാസത്തിലോ വർഷത്തിലോ ഒരിക്കലോ സ്കാൻ എടുത്തോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്തോ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നില്ല, പുരോഗമിച്ച് അത് സിറോസിസിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് സമയം അവസാനിക്കുകയാണ്. അപ്പോൾ കരൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് എടുക്കാവുന്ന മുൻകരുതലുകൾ, ഇപ്പോൾ ജീവിതശൈലി ക്രമീകരണമായാലും പ്രമേഹ നിയന്ത്രണമായാലും നമ്മൾ ഭക്ഷണത്തിലോ വ്യായാമത്തിലോ വരുത്തേണ്ട മാറ്റങ്ങളായാലും അല്ലെങ്കിൽ മദ്യപാനശീലമായാലും മൊത്തത്തിൽ എന്തെല്ലാം മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് വർദ്ധിച്ചു വരുന്ന ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചിട്ടയായ ഭക്ഷണ രീതികളും വ്യായാമക്രമങ്ങളും പാലിക്കുക എന്നുള്ളതാണ്. ദിവസത്തിൽ 1/2 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക, വെറുതെ ഇരിക്കാതെ അനങ്ങാവുന്ന സാഹചര്യങ്ങളിലൊക്കെ അനങ്ങുക, ഭക്ഷണത്തിൽ അമിതമായ കൊഴുപ്പുകളുടെ ഉപയോഗവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും മധുരങ്ങളും എണ്ണക്കടികളും എല്ലാം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ശരീരഭാരം അതിൻ്റെ കൃത്യമായ അളവിൽ BMI 25 താഴെ നിൽക്കാവുന്ന രീതിയിൽ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കരളിന് കൂടുതൽ പരുക്കുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും വർജിക്കുക. അതിലാണ് അമിത ഭക്ഷണ രീതികൾ,
അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ പൗഡറുകൾ, കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കുന്ന മരുന്നുകൾ, ഒരുപക്ഷെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നാൽ കൃത്യമായ മെഡിക്കൽ തെളിവുകളില്ലാത്ത മരുന്നുകൾ, ഇവയെല്ലാം ഒഴിവാക്കുക. പക്ഷേ വീണ്ടും പറയട്ടെ, ഇന്നും കരൾ രോഗത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് മദ്യപാനം. അതുകൊണ്ട് തന്നെ മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് കരൾ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട മെഷറാണ്. അത് തീർച്ചയായും പാലിക്കേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.